കല്യാൺ നഗറിൽ നിന്ന് 2 ഊബറിലായിട്ട് തിരിച്ചിട്ടുണ്ട്. ലോച്ചിയും സാമൻ ചാനും ഫാമിലിയും അവരുടെ ഫാമിലി എല്ലാം വേറൊരു വണ്ടിയിൽ വരുന്നുണ്ട്. ഞങ്ങൾ റീഷാനും ഞങ്ങൾ ഫാമിലി വേറൊരു വണ്ടിയിലായിട്ട് പോകുന്നുണ്ട്. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് നമ്മൾ മാൾ ഓഫ് ഏഷ്യയിലേക്കാണ്. മാൾ ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞാൽ ഫീനിക്സ് മാൾ ഓഫ് ഏഷ്യയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. പൂച്ചയൊന്നും വന്നില്ല, ഞങ്ങളുടെ ഫ്രണ്ടിൽ പോയത് അവരാണ്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഉള്ളിൽ കയറാൻ വേണ്ടി. അവരിങ്ങനെ എത്തിയിട്ടില്ല. അതിൻ്റെ വെയിറ്റിംഗ് ഏരിയയിലെ സ്ഥലത്ത് അവിടെ പാർക്കിംഗ് വേറെ ഉണ്ട്. അവിടെ കുറച്ച് ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്, പിന്നെ ഒരു ഫൗണ്ടൻ ഉണ്ട്. അപ്പോൾ അവിടെ സെക്കൻഡ് സാൻഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഞങ്ങളവിടെ വെയിറ്റിംഗ് ചെയ്ത് ലോച്ചി മമ്മിക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക. അവരെന്തോ പെട്രോൾ അടിക്കാൻ എന്തോ കയറിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ ഇരിക്കുന്ന അവിടെ ലംബോർഗിനി BMW ആണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഫോട്ടോ എടുത്തില്ലെങ്കിലും നിന്ന് എടുക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. ഒരിക്കൽ ഞാനും ലംബോർഗിനി വാങ്ങിക്കും. ആദ്യം ഇതെടുക്കും, പിന്നെ അത്. ചാനൽ എല്ലാവരും കാണണം കേട്ടോ. ഇതെന്താ സൂപ്പർ എന്നറിയാം കാണാനായിട്ട്. അടിപൊളിയല്ലേ? ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. ഇത് ഒരു യൂണിക്കോൺ ആണ്. അതിലൊരു സ്കൾപ്ചർ സ്റ്റാച്ചു ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് അതെ, താഴെ മൊത്തം ഇങ്ങനെ ഫെസ്റ്റീവ് ഫ്ലവേഴ്സ് കൊണ്ട് ഡ്രേപ്പ് ചെയ്തിട്ട്, പിന്നെ സൈഡിൽ മൊത്തം ഫൗണ്ടൻസ് ആണ് കേട്ടോ നമ്മൾ കാണുന്നത്. നല്ല രസമുണ്ട് ഇവിടെ. ആ ഫ്രണ്ടിൽ ഇരിക്കാൻ തന്നെ, ഇവിടെ ഇരുന്നാൽ തന്നെ നല്ല രസമാണ്. നമ്മൾ എൻട്രൻസിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എന്താ മാൾ ഓഫ് ഏഷ്യയുടെ എൻട്രൻസിലേക്ക് നമ്മളങ്ങനെ കയറി കഴിഞ്ഞു. ഞങ്ങളുടെ കൂടെ ആണുങ്ങളെ മാത്രം ചെക്ക് ചെയ്തു. നമ്മൾ കയറി കഴിഞ്ഞാൽ 2 സൈഡിലും ഇങ്ങനെ എന്താ ബ്രാൻഡഡ്, എന്താ പറയുക, ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ ബ്രാൻഡഡ് സാധനങ്ങളുടെ ഇതാണ്. ഇവിടുത്തെ ഇൻറ്റീരിയറാണ് കേട്ടോ നമ്മൾ മേളിൽ കാണുന്നത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. നമ്മൾ മേളിൽ കാണുന്ന ഇൻറ്റീരിയർ ഗ്ലാസ് കൊണ്ടിട്ടുള്ള ഇൻറ്റീരിയറിൻ്റെ ഓരോ ഡെക്കറേഷൻസാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. പിന്നെ ഞാനിവിടെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ടല്ലോ, നമ്മൾ ട്രിവാൻഡ്രത്തായാലും നമ്മൾ മോളിലൊക്കെ പോവും, പക്ഷേ ഇവിടെ എല്ലാം അവരുടെ ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എത്ര ഇൻ്റർനാഷണൽ ബ്രാൻഡ് എന്ന് പറഞ്ഞാലും അവരവരുടെ ഭാഷയിൽ, അത് കന്നഡയിൽ അവരതിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. വേറെ എവിടെയും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ബ്രാൻഡൊന്നും ഞാൻ നോക്കുന്നത് പോലുമില്ല. ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഞങ്ങളതിന് മാൾ ഓഫ് ഫീനിക്സിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നു. ഫീനിക്സ് മാൾ. ഇവിടെ 12 സ്റ്റോറീസ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ ഇത് ബേസ്മെൻറ്റിലേന്ന് തുടങ്ങുന്നുണ്ട്. പക്ഷേ ബേസ്മെൻറ്റിലേക്ക് നമ്മൾ പോയിട്ടില്ല. അവിടുന്ന് 3rd ഫ്ലോർ വരെയാണ് ഷോപ്പിംഗ് സെൻറ്റർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇവിടുത്തെ ഇൻറ്റീരിയർ ഒരു രക്ഷയില്ല. പിന്നെന്താ പറയണേ, ബ്രാൻഡഡ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്രാൻഡഡിലേക്ക് അത്ര പോകാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ വെറുതെ നോക്കി നടന്നു. പക്ഷേ ബ്രാൻഡഡ് സാധനം വാങ്ങിക്കാനുള്ളവർക്കാണെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും മാൾ ഓഫ് ഏഷ്യ പറയുന്നത്. തൊപ്പി വീക്ക്നെസ് ഉള്ള ആൾ തൊപ്പിയൊക്കെ നോക്കിയിട്ടുള്ളവരുമാണ്. നമുക്കൊരു മാപ്പ് നാവിഗേറ്റർ കൊടുത്തിട്ടുണ്ട്, പക്ഷെ എന്തോ ഗ്ലിച്ച് ആവുന്നുണ്ട് കേട്ടോ. അത് ചെമ്മി കയറി വെറുതെ വില നോക്കാൻ പോകുന്ന ആൾക്കാരെ കണ്ടോ. വിലയില്ല. സ്പൈ ആണ് ഈ ക്യാമറ വെച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തം ഇങ്ങനെ ഓരോ ഫോട്ടോ എടുത്തിട്ട് മേടിച്ചത് ത്രിസാത്രക്സ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി അതിൽ കോപ്പി ഇടും. ഫസ്റ്റ് കോപ്പി ഇവിടെ 2000 രൂപ ആണെങ്കിൽ അവിടെ വെറും 800 പോലില്ല 450. എടി അവരെ കൊന്നുകൊണ്ട് ബാൻ ചെയ്യും ഇൻസ്റ്റാഗ്രാമിൽ. അല്ല ഞാൻ പറയാം, പക്ഷെ നോക്കുമ്പോൾ വളരെ നല്ല മെറ്റീരിയലാണ്. തൊപ്പി കൊള്ളാം, പക്ഷെ പൈസ കേട്ടാൽ നമ്മൾ പൈസ. അച്ഛനമ്മ ഞാൻ വേറെ വെറുതെ പോലും കയറിയിട്ടില്ല. ഇപ്പൊ വെറുതെ കയറിയല്ലോ. ഞാൻ വെറുതെ കയറി അലഞ്ഞു തിരിഞ്ഞു. എൻ്റെ അച്ഛൻ്റെ മേലെ ഞങ്ങൾ തിർസാത്തേഴ്സിൻ്റെ ആണ് ഇട്ടേക്കുന്നത്. അതെ ഞാൻ പറഞ്ഞു, ദിസ് ഈസ് ദ നമ്പർ 1 കോമ്പറ്റീഷൻ. നീ മിക്കവാറും വരെ നമ്മൾ ഓട്ടിക്കണ്ട ഇറങ്ങി വാ.
ഇത് നമ്മൾ ബേസ്മെൻറ്റിലേക്ക് പോകില്ലേ, അത് നമ്മൾ എസ്കലേറ്ററിൽ താഴേക്ക് പോകുന്നതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഒരു വാളിൽ അവർ ചെയ്തേക്കുന്ന ഒരു ഡെക്കറേഷനാണ് കേട്ടോ. അടിപൊളിയായിട്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയില്ല. പിന്നെ 1.2 മില്യൺ സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ എത്രമാത്രം വലുതാണെന്ന് നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ. പിന്നെ മൾട്ടി ക്യൂസിൻ ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ നമ്മൾ റൈറ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവൈലബിൾ ആണ്. ആൾക്കാരിങ്ങനെ ഒഴുകി വന്നുകൊണ്ടേയിരിക്കുന്ന സ്ഥലമാണ്. എല്ലാത്തരം ക്യൂസിനും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ. ഒരു ഗെയിം ഏരിയ ഉണ്ട് കേട്ടോ, നമ്മൾ കാണുന്നതാണ് കുട്ടികൾക്കൊക്കെയുള്ള. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഫുഡ് കോർട്ട്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ താഴെ ഒരു മ്യൂസിക് പ്ലേ നമ്മൾ കണ്ടില്ലേ, ഒരു 2 പീസ് ബാൻഡ് ഉണ്ടായിരുന്നു. അതിലെല്ലാം ഇതുപോലെ തന്നെ മൾട്ടി ക്യൂസിനാണ്, ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ ലെവലുള്ള സാധനങ്ങൾ. അത് ഞങ്ങൾ കണ്ട് അതിൻ്റെ ഇടയ്ക്ക് അലഞ്ഞ് തിരികെയാണ്. അവിടെ നിന്നൊന്നും കഴിക്കണ്ടെന്ന്, തൽക്കാലം ഇവിടുന്ന് കഴിക്കേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഫ്ലോർ തൊട്ട് 3rd ഫ്ലോർ വരെയാണ്, ബേസ്മെൻറ്റ് തൊട്ട് 3rd ഫ്ലോർ വരെയാണ് ഇതിൻ്റെ ഇതൊക്കെ വരുന്നത്, ഷോപ്പിംഗ് ഏരിയ വരുന്നത് കേട്ടോ. 12 സ്റ്റോറി. പിന്നെ ഇതിൽ നമ്മൾ ഇതൊന്നും ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. മൾട്ടിപ്ലക്സസ് തിയേറ്ററിൻ്റെ അങ്ങോട്ടൊന്നും ഞാൻ പോയിട്ടില്ല. നല്ല ഭംഗിയിലെ താഴേക്ക് കാണാനായിട്ട്. ഇത് ആക്ച്വലി ഫീനിക്സ് മിൽസ് ലിമിറ്റഡ് ആണ് ഈ മോൾ നിർമ്മിച്ചത് കേട്ടോ. റുയ്യ കുടുംബം 1905 ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ടെക്സ്റ്റൈൽസ് ആയിട്ടാണ് തുടങ്ങിയത് തോന്നുന്നു. ഇന്നാണ് അത് മോളായിട്ട് മാറിയത്. പല സ്ഥലങ്ങളിലും ഒരു പ്രശസ്തമായ ഇതുപോലെ മോൾ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൻ ഇത് ബെല്ലാരി റോഡിലാണുള്ളത്, ഇൻ്റർനാഷണൽ എയർപോർട്ടിന് അടുത്ത്. ഒരു 30 മിനിറ്റ്സ് ഡ്രൈവാണ്. ഞങ്ങൾ കല്യാൺ നഗറിൽ നിന്ന് വന്നുകൊണ്ട് ഏകദേശം ഒരു 40 to 60 മിനിറ്റ്സ് ഉണ്ടായിരുന്നു തോന്നുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇവിടുന്ന് നേരെ കല്യാൺ നഗറിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. അത് ഒരു എല്ലാവർക്കും സൗകര്യമായിരിക്കും അവിടെ വരുന്നവർക്കൊക്കെ. അപ്പോൾ നേരെ ഞങ്ങൾ ഇറങ്ങി അതുണ്ട് ഒരു കപ്പലണ്ടി വാങ്ങിക്കാനുള്ള ഇതാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എവിടെ വേണമെങ്കിലും നിർത്തുമല്ലോ. അപ്പോൾ അങ്ങനെ സഹിച്ചാനും റീച്ചാനോടെ കപ്പലണ്ടി വാങ്ങിക്കുക. ഹലോ, നമ്മുടെ വണ്ടി ടേൺ മിസ് ചെയ്തിട്ട് വേറെ അങ്ങോട്ടോ പോയി. അങ്ങനെ ഇവിടുന്ന് ഒരു വലത്തോട് ഒരു ടേൺ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കയറാൻ പോവാണ്. ഫോക്കസ് ഔട്ട് ആയിടോ, അത് കറുത്തിരിക്കുന്നുണ്ട്. മനസ്സിലായ നമ്മൾ കുഞ്ഞു ഇതാണെങ്കിൽ ഓക്കെ അങ്ങനെ പോയോ? ഇവിടെ നിൽക്കുന്നു ആണോ? ഞങ്ങൾ കല്യാൺ നഗറിൽ ഒരു കടയിൽ കഴിക്കാൻ കയറി. നല്ല ഫുഡായിരുന്നു. ഇടയ്ക്കൊന്ന് എന്താ റുമാൽ റൊട്ടി മാത്രം ഒന്നും ചെറുതായിട്ട് വെന്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ആഫ്റ്റർ ഓൾ നല്ല ഫുഡ് കിട്ടി. അങ്ങനെ അവിടെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക, അന്ന് ഞങ്ങൾ വെറുതെ കല്യാൺ നഗറിൽ കുറച്ച് സ്ഥലം ഇങ്ങനെ കണ്ടൊക്കെ നടന്നു. ഒന്നും വാങ്ങിക്കാനൊന്നും കയറിയില്ല. പിന്നെ ചെറുതായിട്ട് ചായ കുടിച്ചത്. ഇത് എന്താ പറയുക, മട്ടൻ കബാബ് അല്ലാതെ നമ്മളതിൻ്റെ പേര് കബാബാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് റേച്ചാൻ ഓർഡർ ചെയ്ത സാധനം അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പക്ഷെ അന്ന് എല്ലാവരും ടയേർഡായിരുന്നു. കാരണം അന്ന് രാവിലെ ഞങ്ങൾ എത്തിയതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് നേരം സാധനങ്ങളൊന്നും വാങ്ങിക്കാനൊന്നും നിന്നില്ല. കുറച്ച് ചായയൊക്കെ കുടിച്ച് പുറത്തുനിന്ന്. അപ്പോൾ ബംഗളൂരു 3rd വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വ്ലോഗിൽ നമ്മൾ നേരിൽ കാണുന്നവരെ ബൈ.